ഇന്ന് നമുക്ക് അകത്തിച്ചീരയുടെ പൂവ് ഇട്ടിട്ടുണ്ട്, അത് വെച്ചൊരു തോരനുണ്ടാക്കാം. ഈ പൂവ് വേറൊരു കളറും കൂടെ ഉണ്ട്, പക്ഷെ സാധാരണയായിട്ട് നമുക്കൊക്കെ കിട്ടുന്നത് ഈ പൂവാണേ. വീട്ടിൽ ഈ പൂവ് തോരൻ വെക്കാൻ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലത്തെ ഈ നാളമില്ലേ, ഇതങ്ങ് വലിച്ചു കളഞ്ഞിട്ടാണ് തോരൻ വെക്കാനായിട്ട് അരിയുന്നത്. ഈ അകത്തിച്ചീരയെ പോലെ തന്നെ ഗുണങ്ങളുള്ളത് തന്നെയാണ് പൂവിനും കേട്ടോ. പിന്നെ ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ ഷുഗർ കുറയാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് സ്ഥിരം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആയുർവേദത്തിലൊക്കെ ഇത് വല്ലപ്പോഴും മാത്രമേ കഴിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇടയ്ക്ക് കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ തോരൻ വെച്ചോ കറി വെച്ചോ ഒക്കെ കഴിക്കാം. ഞാനിവിടെ സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കാറില്ല, അപ്പോൾ അതുപോലൊരു തോരനാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങയ്ക്കകത്ത് ചേർത്തപ്പോൾ ജീരകമല്ല ഇവിടെ ഇട്ടത്, പെരുംജീരകമാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അല്ലാത്ത തോരന് നമ്മൾ കുരുമുളക് പൊടി ഇടാറില്ലല്ലോ. ഇതിനാണ് ആ ഉള്ളി വാടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. പൂവിന് വേവൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് അങ്ങ് ഒരു 10 മിനിറ്റ് പോലും വേണ്ടെന്നേ. ഇനി ഈ അകത്തിപ്പൂ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് കഴിച്ചു നോക്ക്. പിന്നെ ഞാനിവിടെ അകത്തിപ്പൂ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എങ്ങനെയാണേ പറയുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമന്റ് ഇട്ടേക്കണം. അന്നേരം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയോ. പിന്നെ ഇത് കഴിക്കാൻ നേരം ചെറിയൊരു കയ്പ്പ് പോലെ കാണുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.